നിങ്ങൾക്കറിയാം, യുദ്ധം തുടങ്ങിയത് ഹമാസാണ്. ഇസ്രായേൽ ടെറിട്ടറിയിലോട്ട് കയറി ഏകദേശം 1200ഓളം പേരെയാണ് അവർ കൊന്നത്. ഏകദേശം 200 മുകളിൽ ആൾക്കാരെയാണ് ഹോസ്റ്റേജസ് ആയിട്ട് അവരെടുത്തത്. കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിട്ടു, പല പാലസ്തീൻകാരെയും തിരിച്ച് ഹമാസിനെ കൈമാറി. ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ഇസ്രായേലി സേന ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലോട്ട് കയറി. 20 വർഷത്തിന് ശേഷമാണ് ഇസ്രായേലി ടാങ്കുകൾ വെസ്റ്റ് ബാങ്കിലോട്ട് കയറുന്നത്. ഇനി ആലോചിക്കുക, കഴിഞ്ഞ 1.5 വർഷം നടന്ന ഈ വാറുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 1800ഓളം പേരാണ് കൊല്ലപ്പെട്ടത്, പാലസ്തീൻകാർ. കാരണം ഇവർ ഈ ഹമാസിൻ്റെ ഭാഗമായി ടെറർ ഓർഗനൈസേഷൻ്റെ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കക്ഷികളാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. അതിനകത്തുണ്ടായ സംഭവം, ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും ബോംബിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 40,000ഓളം പേരാണ് വെസ്റ്റ് ബാങ്കിൽ ജെനിം എന്ന് പറഞ്ഞ ഈ ക്യാമ്പുണ്ട്, ഈ അഭയാർത്ഥി ക്യാമ്പ്. അപ്പം തൊട്ടടുത്ത് വേറെ ക്യാമ്പുണ്ട്, 3-4 ക്യാമ്പുകളുണ്ട് അവിടെ. അപ്പോൾ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയി പോയത്. കാരണം ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഹമാസിൻ്റെ ഭീകരന്മാരെ ഒളിപ്പിക്കുമായിരുന്നു ഇവർ ചെയ്തത്. അപ്പം അന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു, നിങ്ങളിത് ചെയ്യുന്നതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. കാരണം ഇസ്രായേൽ ആൾക്കാരെ ഓരോരുത്തർക്കും ഞങ്ങൾ നിങ്ങളുടെ വില തന്നിരിക്കുന്നത് ഒരാൾക്ക് 2000 പേരെ വെച്ചാണ്. ഒരു ഇസ്രായേലി ആർമി ഉദ്യോഗസ്ഥൻ ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട്ടിൽ പോയിട്ട് എഴുതി വെച്ചതാണ് സംഭവം. ഒരു ഇസ്രായേലിക്ക് വരെ 2000-3000 പേര് ഞങ്ങൾ കൊല്ലും, ഇത് ഞങ്ങളുടെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം പോകട്ടെ, ഇപ്പോൾ ഉണ്ടായ സംഭവം ഗാസ കയ്യിൽ നിന്ന് പോയി. ഇനി അടുത്തത് ഈ പാലസ്തീൻ, അതായത് വെസ്റ്റ് ബാങ്ക്, റമല്ല എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയാണ്, അതും കയ്യിൽ നിന്ന് പോവുകയാണ്. കാരണം നേരത്തെ ഇസ്രായേലി ഗവൺമെൻറ് തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരുന്നു, ഈ റമല്ലെ, ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗം ഇസ്രായേലിൻ്റെ അനക്സേഷനായിട്ട് മാറാൻ പോവുകയാണ്, സംയുക്ത ഇസ്രായേൽ വലുതാകാൻ പോവുകയാണ്. അതിൻ്റെ പേരിൽ ബജറ്റ് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്രയോ ബില്യനാണ്. ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവർ, ലോകത്ത് പല ഭാഗത്തുള്ളവർ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിച്ച് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇത് പൂർണ്ണമായിട്ട് റീബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ എന്താ സംഭവം നടക്കുന്നത്? ഈ വാറെല്ലാം കഴിഞ്ഞ് ഒത്തുതീർപ്പാണെന്നും പറഞ്ഞ് 40,000 പേര് തിരികെ വരാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിൻ്റെ ഐഡിയ അവിടെ ടാങ്കുകൾ അങ്ങോട്ട് കയറാതെ. ബുൾഡോസർ, അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ബുൾഡോസർ ഉപയോഗിച്ച് മുഴുവനും ബിൽഡിംഗ് ഇടിച്ചൊക്കെ കളയുക. അതായത് ഒരിക്കലും താമസിക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് ഇതിനെ അങ്ങ് മാറ്റി. ഇതേപോലെ തന്നെയാണ് തെക്കൻ ലെബനനുണ്ടായത്. ഇസ്രായേലി സേന കയറിയ ശേഷം അവിടെ മുഴുവൻ ഈ ഹിസ്ബുള്ളക്കാർക്ക് അവരുടെ രഹസ്യ സങ്കേത കേന്ദ്രങ്ങളായിരുന്നു. അത് മുഴുവൻ ഇടിച്ചങ്ങ് കളഞ്ഞു. അവരും ഏകദേശം 10 ലക്ഷം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയി പോയത്. ഇവിടെ ഏകദേശം 40,000 മുതൽ 50,000 പേര്. അപ്പോൾ അവർ തിരികെ വരാൻ ശ്രമിച്ചപ്പോഴാണ് അവരെ മുഴുവൻ ഓടിച്ചത്. മുഴുവനും അതായത് ഇവരെ തടയാൻ വേണ്ടി റോഡിൽ കുഴികളും അതും ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നേരത്തെ ഇസ്രായേലി എയർഫോഴ്സ് ഫ്ലൈറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ബലൂൺ പറപ്പിക്കുന്ന പരിപാടി. അത്രമാത്രം പൊട്ടന്മാരാണ് ഇവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യൻ എന്ന് പറയുന്ന കേരളത്തിലെ സുഡാപ്പികൾ. അത് അതിഭയങ്കരമായ ഭയം. ഒന്നാമത് ഇസ്രായേൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഫോഴ്സാണ്. അത് ലോകത്തിലെ ഏറ്റവും നല്ല സൈനിക അഭ്യാസങ്ങൾ അറിയാവുന്നൊരു ഗ്രൂപ്പ്, സൈനിക ശക്തിയാണ്. എല്ലാ വെപ്പൺസും ഉണ്ട്, അത്യാധുനികമായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ബലൂൺ പറപ്പിച്ചാണ് ഫൈറ്റർ എയർക്രാഫ്റ്റിനെ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വിഡ്ഢിത്തരം ഈ വെസ്റ്റ് ബാങ്കിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൽ വലിയ സംഭവമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് 1 by 1 ആയിട്ട് ഇളക്കി. നോക്കുക, ഈ വെസ്റ്റ് ബാങ്ക് എല്ലാം പിടിച്ച ശേഷം ഈ ലോകത്തുള്ള പല ജൂയിഷ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ ഇസ്രായേലിലോട്ട് തിരിച്ചു വരികയാണ്. കാരണം അവർക്ക് മതിയായ ആ രാജ്യങ്ങളിൽ നിൽക്കേണ്ട, സ്വന്തം രാജ്യത്ത് ജീവിച്ച് അവിടെ മരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലി ഫോഴ്സിൽ ചേരാനാണെങ്കിലും ആ രാജ്യം കെട്ടിപ്പടുത്താൻ വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിലാണെങ്കിലും, ജർമ്മനി ആണെങ്കിലും, ഫ്രാൻസ് ആണെങ്കിലും, യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും, ഓസ്ട്രേലിയയിലാണെങ്കിലും അവർക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് വേണ്ടി സ്ഥലം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്ക് മുഴുവനും കയറി പിടിക്കുന്നത്. ഈ സാധനം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇമാർ കാണിച്ച മണ്ടത്തരം. അതിനുശേഷം ഉണ്ടായതെന്താണ്? പാലസ്തീൻ ഇല്ലാതായി. അപ്പോൾ ആദ്യം ഈ ഗാസയ്ക്ക് ആൾക്കാരെ ഓടിച്ചു കഴിയുമ്പോൾ അടുത്ത സംഭവം ഈ വെസ്റ്റ് ബാങ്കിലുള്ള ആൾക്കാരെ അങ്ങ് ഓടിക്കും. അടുത്ത ട്രിപ്പ് ഇവരെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഗെയിം പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ,
അതായത് ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ടൊരു ദ്വീപ് എടുക്കാനുള്ള പരിപാടിയുണ്ട്. ജോർദാനുമായിട്ടും ഈജിപ്റ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവരും എഗ്രി ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ സാധനം ഇനി ഈ പറയുന്ന പാലസ്തീൻകാർ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ നെയ്ബേഴ്സായിട്ട് ഇനി ജീവിക്കുകയില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് മുഴുവനും ക്ലീൻ ചെയ്യുകയാണ്. മുഴുവനും ഉള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ഇടിച്ചു കളയുകയാണ്. ഇവർ മുഴുവനും ജീവിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഇവർ ജോലിയൊന്നും ചെയ്യത്തില്ല. ഇവർക്ക് ഈ പറയുന്ന പോലെ വേൾഡിൻ്റെ പല ഭാഗത്തു നിന്ന് പല ലോകരാജ്യങ്ങൾ ഇൻക്ലൂഡിങ് അമേരിക്ക ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും സാധനവും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇലക്ട്രിസിറ്റിയും വെള്ളവും ഇസ്രായേൽ കൊടുക്കും. അപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ഒറ്റ ഒരു ജോലി മാത്രമുണ്ട് ആൾക്കാരെ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടുക. പിന്നെ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഈ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ ഈ വെപ്പൺ ഉപയോഗിച്ച് ഫയർ ചെയ്യാനും വെടിവെക്കാനും പഠിപ്പിക്കുക. അതായത് ലോകത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത്, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത് പാലസ്തീനായി മാറി. ആലോചിച്ച് നോക്കുക, ഇത്രമാത്രം അതിക്രൂരമായ രീതിയിൽ പെരുമാറുന്ന ആൾക്കാർക്ക് കേരളത്തിൽ ഫാനുകളുണ്ട്. ഞാൻ പല ആവർത്തി പറഞ്ഞു. പക്ഷേ ഇത് പറയും തോറും ഇത് പറയാനുണ്ടായ കാരണം എത്ര ക്രൂരതയായിട്ടാണ് അവർ ലോകത്തെ കാണുന്നത്. ഇതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ പാലസ്തീൻ്റെ ഹമാസിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും മുസ്ലിങ്ങൾ വെറുക്കപ്പെട്ടവരായി മാറിയത്. അപ്പം അന്നേ ഞാനിത് പറഞ്ഞിരുന്നു, ഈ സംഭവം ഉണ്ടായിക്കഴിയുമ്പം ഇനി ഉണ്ടാകുമെന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമായി മാറും. അതാണ് ലെബനയിൽ കണ്ടത്. സീസ്ഫയർ എല്ലാം കഴിഞ്ഞ് അവർ ആ സാധനം തിരിച്ചു തരത്തില്ല. വലൻ ഹൈറ്റ് മുഴുവൻ സിറിയയും എടുത്തു. എല്ലാ രാജ്യത്തും ഭരണം മാറി. അത് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായി മാറി. ഇതാണ് സംഭവിച്ചത്. എവിടെ പോയി ഇറാൻ? വെറുതെ അവിടുത്തെ ഒരു ഡെപ്യൂട്ടി ജനറൽ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒന്നും കുടച്ചക്കറൊക്കെ വേണ്ടായോ? ഒരു പുല്ലുമില്ല. ലോകം മുഴുവൻ, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ഈ പല ആൾക്കാരും ബിബ്ലിക്കൽ പ്രൊഫസി പറയുന്ന പോലെ തന്നെ സംഭവിക്കുകയാണ്. ഇത് മുഴുവൻ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലോട്ട് പോയി. കാരണം അവരാണ് അവിടെ ഇനി ഡോമിനേറ്റ് പവറായി മാറുന്നത്. കാരണം സൈനിക ശക്തിയുണ്ട്, ഇത്രമാത്രം ലോകത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി അവരെ സഹായിക്കാനുള്ള അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, മറ്റു പല രാജ്യങ്ങളുണ്ട്, അവരുടെ ബന്ധമുണ്ട്, അവരുടെ ഡിപ്ലോമസി ഭയങ്കര അതിശക്തമാണ്. അത്ര രീതിയിൽ പോകുന്ന ഒരു ചെറിയ രാജ്യമായ ഇസ്രായേലിനെ ആ ഹമാസ് കയറി അറ്റാക്ക് ചെയ്തു കൊടുക്കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തൊക്കെയാണ് ഡെവലപ്മെൻ്റ് ഉണ്ടായത്. ലോകത്ത് മുഴുവനും മുസ്ലിങ്ങൾ ടെററായിട്ട് മാറി. യൂറോപ്യൻ രാജ്യത്തും മറ്റ് പല ഓസ്ട്രേലിയ ഏത് രാജ്യത്തെടുക്കുക. പിന്നീടുണ്ടായ എന്താ? ഇവരെ മുഴുവൻ അവിടുന്ന് ഒഴിപ്പിക്കുക. അതായത് റിജക്റ്റഡ് ആക്കി മാറ്റി. അവർ സമൂഹത്തിൻ്റെ ഭാഗമല്ല. ഇതാണ് പാലസ്തീൻകാർക്കുണ്ടായ ഏറ്റവും വലിയ ഗതികേട്. ഇത് വലിയ ആഹ്ലാദവും ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് ആനയുടെ പുറത്തിരിക്കുന്ന ഈ മരപ്പോട്ടൻ ഈ സംഭവം അറിയാം എന്താണ് പിന്നീടുണ്ടായത്. ഇവർക്ക് വേണ്ടി പാട്ടുപാടി ചിന്തിക്കുന്നവർക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിലും സമാധാനം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ സംഭവം ഇല്ലാതായി മാറുകയാണ്. അതിൻ്റെ സൂചനയാണ് സൗദി അറേബ്യ UAEയും കൊടുത്തത്. അവരൊരു കാരണവശാൽ ഇവരുടെ കൂടെ നിൽക്കുക. അതുകൊണ്ട് അവർ നേരത്തെ ഒരു സ്റ്റാൻഡ് എടുത്തത് ഇനി പാലസ്തീൻ എന്ന് പറഞ്ഞ ഇഷ്യൂവിൻ്റെ കൂടെ ഈ രണ്ട് രാജ്യങ്ങളും നിൽക്കാൻ താല്പര്യമില്ല. കാരണം ആ റീജിയൻ്റെ അകത്ത് സമാധാനം വേണം. ഇറാൻ തീർന്നതോടുകൂടി അതിനൊരു സമാപ്തിയായി. ഇപ്പോൾ ഇവരെയും കൂടെ അടിച്ച് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ സംഭവത്തെ തൊടാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റും. കാരണം പൊട്ടൻഷ്യലായിട്ട് പിന്നെ അയൽവാസികളായ ആരുമില്ല. കാരണം ഇവരുടെ കസ്റ്റഡിയിലാണ് എല്ലാം. വലിയ രാജ്യമായി മാറി. സൈനിക ശക്തിയുണ്ട്, ആളുകളുണ്ട്, ടെക്നോളജി ഉണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം പുറകിലുണ്ട്, സമ്പത്തുണ്ട്. ഇതൊക്കെ ആക്കിയത് ഈ ഹമാസ് എന്ന് പറഞ്ഞ പൊട്ടന്മാരാണ്. അവരെവിടെ ചെയ്തു, എന്ത് ചെയ്തു, പിന്നീട് എങ്ങോട്ട് പോയി, എങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സ് മാറിയത്, ലോകം മുഴുവൻ റൈറ്റ് വിങ് കയറി വരുന്നു, ലോകം മുഴുവനും പ്രശ്നമുണ്ടാക്കുന്നു, അവിടെയെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരെ എതിർക്കുന്നു, അവരുടെ സിറ്റിസൺഷിപ്പ് പോകുന്നു. ഇതാണ് ലോകത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം. അപ്പം ഇതിനെയാണ് നിങ്ങൾ വീരാരാധന എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്ന പൊട്ടന്മാരും വിഡ്ഢികളുമാണ്. നിങ്ങൾ അറിഞ്ഞ് ചോദിച്ച് വാങ്ങി നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തി നിങ്ങൾ ഏറ്റവും വലിയ പൊട്ടന്മാരും വിഡ്ഢികളുമാണ്. അതാണ് ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും 1 by 1 ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.